പത്തനംതിട്ടയിൽ യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഹോം നഴ്സായി ജോലിക്ക് നിന്ന വീട്ടിലെത്തിയാണ് ഭർത്താവ് അക്രമം കാട്ടിയത്. വിജയ സോണിക്കാണ് പരിക്കേറ്റത്. കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, അതിദാരുണമായ സംഭവം. വിജയുടെ പരിക്ക് എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എങ്ങനെ? അനന്യ, ഇപ്പോൾ മനസ്സിലാക്കുന്നത് വിജയ്ക്ക് നട്ടലിനാണ് കുത്തേറ്റിരിക്കുന്നത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിയായിരിക്കുന്ന മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണ് ഈ വിജയ സോണിയെ ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആലപ്പുഴ വെട്ടിയ സ്വദേശിയാണ് വിജയ് സോണി. 35 വയസ്സുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. വിജയ് സോണി ഹോം നഴ്സായി ജോലി ചെയ്യുന്ന പത്തനംതിട്ട കൊടുമൺ ഐക്കാടുള്ള ഒരു വീട്ടിലാണ് ഹോം നഴ്സായി ജോലി ചെയ്യുന്നത്. ഈ വീട്ടിലുള്ളവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും ഈ വാടക വീട്ടിലുണ്ടായിരുന്നു. ആ സ്ത്രീ പറയുന്നതനുസരിച്ചാണ് ഇടയ്ക്ക് സഹായിക്കാൻ എത്തുന്ന സ്ത്രീയാണ് ഈ വിജയ് സോണി എന്നാണ് ഇവർ പറയുന്നത്. ഈ രാവിലെ കാറിലാണ് വിജയ് സോണിയുടെ ഭർത്താവ് ബിബിൻ തോമസ്, കോട്ടയം സ്വദേശിയാണ്. ബിബിൻ എത്തുകയും അതിനുശേഷം വീടിൻ്റെ മുൻവശത്ത് ആ സിറ്റോറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അവിടെ തന്നെ യുവതിയുടെ മുടി മുറിച്ച നിലയിൽ കിടപ്പുണ്ട്. അത് കത്തി കൊണ്ട് മുറിച്ചതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. മാത്രമല്ല വീടിൻ്റെ ജനാലകളും തകർത്ത നിലയിലാണ് കാണുന്നത്. ഈ രാവിലെ എത്തുകയും വാക്ക് തർക്കം ഉണ്ടാവുകയും പിന്നീടാണ് ഈ കുത്തി പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾ എത്തുന്നത്. ഇനി അറിയാനുള്ളത് ഈ ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ വേണ്ടി തന്നെ പദ്ധതി ഇട്ടു വന്നതാണോ ഈ ബിബിൻ തോമസ് എന്ന കാര്യത്തിൽ ഇനിയും പോലീസിന് വിവരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ബിബിൻ തന്നെയാണ് കാറിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് പോലീസ് ഈ വിവരം അറിഞ്ഞെത്തുകയും ബിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം രാവിലെ 9 മണിയോടെയാണ് നടക്കുന്നത്. പോലീസിന് 9 വിവരം ലഭിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥലത്തെത്തിയ നാട്ടുകാർ ഇക്കാര്യത്തിൽ ചില ദുരൂഹതകളൊക്കെ ആരോപിക്കുന്നുണ്ട്. ചില കാര്യത്തിൽ അന്വേഷണം ആവശ്യമാണെന്നും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം നടന്നെന്നുള്ള കാര്യം ഇതിൽ ഇനി വ്യക്തത വരേണ്ടത്. എന്തിനാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്? എന്താണ് ഇവർ തമ്മിലുണ്ടായ തർക്കം? എന്താണ് അത്? ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണോ, അതല്ല മറ്റേതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങളാണോ ഇത്തരം ഒരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ള കാര്യത്തിലാണ് ഇനി പോലീസിന്റെ അന്വേഷണം ആവശ്യമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഭർത്താവ് ബിബിൻ തന്നെയാണ് ഈ വിജയ് സോണിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാനായതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ ക്രൈം സീനിൽ ഉൾപ്പെടെ എത്തി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തും. കൃത്യമായി തന്നെ ഇപ്പോഴും ആ വീടിന് മുമ്പിൽ ആളുകൾ കൂടി നിൽപ്പുണ്ട്. ഈ വീടിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ അവർ പേരെടുത്തു പറയാത്തത് അവരെ സംബന്ധിച്ചോളം ഈ കേസ് നിലവിൽ ഒരു പ്രതികളല്ല, സാക്ഷികൾ മാത്രമാണ്. അതുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങളോ അവരുടെ പേരുകളോ നമ്മളിപ്പോൾ എടുത്ത് പറയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും വെട്ടിയ സ്വദേശി, ആലപ്പുഴ വെട്ടിയ സ്വദേശിനിയായിരിക്കുന്ന 35 വയസ്സുള്ള വിജയ് സോണിക്കാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള. ഇക്കാര്യത്തിൽ ഭർത്താവ് ബിബിൻ തോമസ് രാവിലെ 9 മണിയോടെ വീട്ടിലെത്തുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം ബിബിൻ തോമസ് തന്നെയാണ് ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുന്നത്. ഇതാണ് ഒരു വിചിത്രമായ കാര്യം കൂടിയാണ്. ഈ വീട്ടിലെത്തി കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസിന് വിശദമായി യുവതിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രകോപന കാരണം, ഇത്തരം ഒരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാവിലെ എത്തി യുവതിയോട് തർക്കിക്കുകയും അതൊരു കലഹത്തിലേക്ക് നീങ്ങുകയും അതിനിടയിലാണ് യുവാവ് കത്തികൊണ്ട് യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല മുടി മുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ താമസിക്കുന്ന വാടക വീടാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞത് അവർക്ക് സഹായത്തിന് ഇടയ്ക്ക് ഹോം നഴ്സായി എത്തുന്ന യുവതിയാണെന്നാണ്. ഈ പന്തളം എന്ന് പറയുന്ന യുവതിയുടെ വെട്ടിയാർ സ്വദേശി ആണ്. ഈ ഭർത്താവിൻ്റെ വീട് കോട്ടയമാണ്. ഈ യുവതിയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഈ കൊടുമ്പിൽ നിന്ന് അധികം ദൂരമില്ല. എന്നിട്ട് ഒരു അരമണിക്കൂറിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഈ ഇടയ്ക്ക് വരുന്നതാണെന്നാണ് ലഭിക്കുന്ന വിവരം. അനന്യ, തീർച്ചയായും സുജി ഇപ്പോൾ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്രമിച്ച ഭർത്താവ് തന്നെയാണ് യുവതി ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഭർത്താവ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അക്രമത്തിന് പിന്നിലെ ഉദ്ദേശം എന്തെന്നതാണ് നിലവിൽ വ്യക്തമാകേണ്ട കാര്യം. സുജു, ഇത്തരത്തിൽ പോലീസിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ, അതോ ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പ്രതി ബിബിൻ തോമസ് കോട്ടയം അയ്മനം സ്വദേശിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം അവർ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഉൾപ്പെടെ ഉള്ളവർ ഈ നാട്ടുകാരോട്ട് വലിയ സൗഹൃദത്തിലൊന്നും തന്നെയല്ല. അവർ പല ആളുകളും ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതും അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നതൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ സൗഹൃദത്തിലുള്ള നാട്ടുകാരുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല. മാത്രമല്ല ഈ വാടക വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന മറ്റ് ഒരു സ്ത്രീയും ഭർത്താവും അവരെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ അവർ ഇങ്ങനൊരു സംഭവത്തിൻ്റെ
ആഘാതത്തിൽ നിൽക്കുകയാണ്. അവർ മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിക്കാനും തയ്യാറല്ല. അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വ്യക്തത അവർക്കുമില്ല. അവർ പറയുന്നത് എന്ത് സംഭവിച്ചെന്നറിയില്ല. എന്തായാലും രാവിലെ ഇങ്ങനെ സംഭവം ഉണ്ടാവുകയും വന്ന ഈ യുവതിയുടെയൊക്കെ കയർക്കുകയും ഒരു പ്രകോപനം സൃഷ്ടിച്ച ശേഷം ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടക്കുകയായിരുന്നതാണ് ഈ വീട്ടിലുള്ള ആളുകൾ പറയുന്നത്. വീട്ടിലുള്ള ആളുകൾ ഭാര്യയും ഭർത്താവും എന്നാണ് അവർ അവകാശപ്പെടുന്ന രണ്ട് ആളുകൾ. അവരെ ഈ നാട്ടുകാർക്ക് മാത്രം സുപരിചിതരല്ല എന്നതാണ് യഥാർത്ഥ കാര്യം. അതുപോലെ തന്നെ നാട്ടുകാർക്കും അതുകൊണ്ട് തന്നെ അറിയില്ല. അവർ ഈ ദുരൂഹതയൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്തരം ഒരു ദുരൂഹത ആരോപിക്കുന്നു എന്ന കാര്യത്തിലും ഒരു വ്യക്തത ലഭിക്കുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൽ അതിഗൗരവമായ ഒരു കാര്യത്തിലാണ്. പട്ടാപ്പകൽ വീട്ടിലെത്തുന്നു, രാവിലെ എത്തി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമുക്ക് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. കാരണം അത്തരത്തിലൊരു ആഴത്തിലുള്ള മുറിവാണ് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. യുവതിയെ വധശ്രമം നടത്തിയ ശേഷം കുത്തിയ ശേഷം ഈ യുവാവായിരിക്കുന്ന ഭർത്താവ് തന്നെയാണ്, ബിബിൻ തോമസ് തന്നെയാണ് പന്തളത്ത് CM ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ ചികിത്സയിൽ നൽകുന്നതും. എന്താണ് ഇതിനൊരു പ്രകോപനം എന്നുള്ള കാര്യത്തിലാണ് ഇത് വ്യക്തത വരാനുള്ള. പോലീസ് എന്തിനും അടൂർ DYSPയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബൻ എന്നുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി പരിശോധനയും നടത്തുകയാണ്. ശരി, പത്തനംതിട്ടയിൽ യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളാണ് സുജു T. ബാബു നൽകിയത്.